നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. ആ സമ്മേളനം ഇപ്പോൾ ആകെ അലങ്കോലമായിരിക്കുന്നു. ഒരു ദിവസം പോലും നേരെ ചൊവ്വെ പാർലമെന്റ് നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷം വലിയ ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച മാത്രമാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും കാര്യമായി നടന്നത്. ബാക്കി എല്ലാ ദിവസവും പ്രതിപക്ഷം ഇപ്പോൾ സഭ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ച വേണമെന്നായിരുന്നു സഭ തുടങ്ങിയ ആദ്യ ദിവസം പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. സർക്കാർ ചർച്ച അനുവദിച്ചു. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം തുടങ്ങി. എന്നാൽ അധിക ദിവസം കഴിയാതെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും രാജിവെച്ചു. അതിനുശേഷവും പ്രതിപക്ഷം സഭയുമായി സഹകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് പ്രതിപക്ഷം മറ്റൊരു കാരണം കണ്ടെത്തി. ദില്ലിയിൽ ഒരു വിദ്യാർത്ഥി സമരത്തിന് നേരെ വലിയ രീതിയിലുള്ള പോലീസ് അതിക്രമം നടന്നു. ആ അതിക്രമത്തിൻ്റെ ഉത്തരവാദിത്വം അമിത്ഷായ്ക്കാണെന്നും അതുകൊണ്ട് തന്നെ അമിത്ഷാ ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചു വരികയാണ്. അമിത്ഷാ ആകട്ടെ ഇതുവരെയും ഈ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് കെട്ടിടത്തിലെ ഓഫീസിൽ വലിയ തിരക്കുകളിലാണ്. അതുകൊണ്ട് തന്നെ അമിത്ഷാ പാർലമെന്റിൽ വരണമെന്നും പ്രസ്താവന നടത്തണമെന്നും ഉള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴും പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അമിത്ഷാ സഭയിൽ വരുമെന്നും പ്രസംഗിക്കുമെന്നും എന്നാൽ പറയാനുള്ളത് കേൾക്കാനുള്ള ധൈര്യം പ്രതിപക്ഷ നേതാവിന് ഉണ്ടാകണമെന്നും കഴിഞ്ഞ ദിവസം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞിരുന്നു. അമിത്ഷാ ഉടൻ ലോക്സഭയിൽ എത്തുമെന്ന സൂചനയാണ് അന്ന് നൽകിയത്. പക്ഷേ ഇതുവരെയും അമിത്ഷാ ലോക്സഭയിൽ എത്തിയിട്ടില്ല. പ്രതിപക്ഷം ഇപ്പോഴും ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യസഭയിൽ ഉപരാഷ്ട്രപതി പോലും ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് രാജ്യത്തെ പ്രതിപക്ഷത്തിന്, രാജ്യസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉടൻ പാർലമെന്റിൽ വരണം എന്നൊരാവശ്യമുണ്ട്. ആ ആവശ്യം നിങ്ങൾ, അതായത് പാർലമെന്ററി കാര്യമന്ത്രി എന്ന നിലയിൽ കിരൺ റിജിജു നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണം എന്നൊക്കെയുള്ള പരാമർശങ്ങൾ രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതിയിൽ നിന്നുണ്ടായി. എന്തായാലും നാടകീയ രംഗങ്ങളാണ് ഇപ്പോഴും പാർലമെന്റിൽ നടക്കുന്നത്. പ്രതിപക്ഷം സമരം അല്ലെങ്കിൽ പ്രത്യക്ഷ സമരം പാർലമെന്റിനകത്തു നിന്നും പുറത്തേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പാർലമെന്റിന്റെ പ്രവേശന കവാടത്തിൽ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷവും ഭരണപക്ഷവും എത്തിയത് ഇന്ന് ചില സംഘർഷങ്ങൾക്ക് കാരണമായി. പാർലമെന്റിന് മുന്നിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എംപിമാർ ഏറ്റുമുട്ടുന്നതും ഇന്ന് ഉന്തലും തള്ളലും ഉണ്ടാകുന്നതുമൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതായത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ജനപ്രതിനിധികൾ തമ്മിലടിക്കുന്നു. നീറ്റ് പരീക്ഷാ വിഷയം ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിന് നേരെ വലിയ രീതിയിലുള്ള പോലീസ് അതിക്രമം ഉണ്ടാക്കിയിരിക്കുന്നു. ആ പോലീസ് അതിക്രമത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സഭയിൽ വരണം. ഇതുവരെയും സഭയിൽ വരാതെ പ്രസ്താവന നടത്താതെയും ഇരിക്കുന്നത് ശരിയല്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്നാൽ ഭരണപക്ഷം പറയുന്നത് ഏതെങ്കിലും ഒരു എംപിക്കോ മന്ത്രിക്കോ സഭയിൽ ഹാജരാകാൻ പ്രതിപക്ഷം സമയം നിശ്ചയിച്ചു കൊടുക്കുന്ന പാരമ്പര്യം നമ്മുടെ പാർലമെന്റിനില്ല. അത് മന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് വരണമോ വേണ്ടയോ എന്ന കാര്യം. അല്ലാതെ പ്രതിപക്ഷത്തിന് അത് ആവശ്യപ്പെടാൻ കഴിയില്ല എന്നൊരു കാരണമാണ് ഭരണപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിന്റെ പ്രവേശന കവാടത്തിൽ ധർണ നടത്തുകയും അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. പാർലമെന്റിന്റെ മഗർദ്വാറിൽ നിന്നും ലൈബ്രറി ഹാൾ പരിസരത്തേക്കാണ് പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും സമരം നടന്നത്, അല്ലെങ്കിൽ ധർണ നടന്നത്. രാഹുൽ ഗാന്ധി സഭയ്ക്കകത്തെ ചർച്ചകളിൽ നിന്നും ഒളിച്ചോടുകയാണെന്നും പുറത്തെത്തി അമിത്ഷായെ കാണണമെന്ന് ആഗ്രഹിക്കുകയാണ് എന്നുമാണ് ഭരണപക്ഷം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധി കേൾക്കാൻ തയ്യാറാകണം, രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉണ്ടാകണം, അമിത്ഷാ വരുമ്പോൾ കേൾക്കാൻ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭരണപക്ഷ എംപിമാരും ഇന്ന് ഇതേ രീതിയിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നു. രണ്ട് പ്രകടനങ്ങളും ഒരു സ്ഥലത്ത് വരികയും ഉന്തും തള്ളലും ഉണ്ടാവുകയും പിന്നീട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പ്രശ്നബാധിത മേഖലയായി പാർലമെന്റ് മാറുന്നു. എന്തായാലും അവിടെ പോലീസിൻ്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഇടപെടലുകളോടുകൂടി രംഗം ശാന്തമാകുന്നു. പക്ഷേ ഇപ്പോഴും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഷകാല സമ്മേളനം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ നോക്കിക്കണ്ടത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാർലമെന്റിന്റെ ലോക്സഭയിൽ പരാജയപ്പെട്ടു പോയ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ വീണ്ടും വരുമെന്നും 2/3 ഭൂരിപക്ഷത്തോടുകൂടി അത് പാസ്സാകുമെന്നും എല്ലാവരും വിചാരിച്ചിരുന്നു. അതായത് വലിയ രാഷ്ട്രീയ മാറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ദേശീയ തലത്തിലുണ്ടായി. നിരവധി എംപിമാർ ഭരണപക്ഷ NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ 2/3 ഭൂരിപക്ഷം പോയിട്ട് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതിരുന്ന BJPയുടെ സർക്കാർ
കഴിഞ്ഞ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസാക്കിയെടുക്കാൻ പരാജയപ്പെട്ടെങ്കിൽ ഇന്നിപ്പോൾ 2/3 ഭൂരിപക്ഷവും ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ വിജയിപ്പിച്ചെടുക്കാനുള്ള കരുത്തും NDAയ്ക്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പല പ്രധാനപ്പെട്ട ഘടകകക്ഷികളും ഇന്ത്യ മുന്നണിയെ വിട്ട് NDAയിലേക്ക് പോയിരിക്കുന്നു. DMKയും ശരത് പവാറും എല്ലാം NDAയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് വിവരം. ഇങ്ങനെ തികച്ചും പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷമുള്ളത്. ഈ സാഹചര്യത്തിലാണ് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുകൂടി പ്രതിപക്ഷം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ഈ ബില്ലുകൾ തിരികെ വരുമെന്നും അമിത്ഷാ അടക്കം ലോക്സഭയിലും രാജ്യസഭയിലും എത്തി ഇക്കാര്യങ്ങൾ പറയുമെന്നും അന്ന് പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കും എന്നൊക്കെയുള്ള സൂചനയാണ് ഭരണപക്ഷം നൽകുന്നത്. എന്തായാലും എത്ര ദിവസം പാർലമെന്റ് സമ്മേളിച്ചു, അതിൽ എത്ര ദിവസം പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ നടന്നു, എത്ര ബില്ലുകൾ ചർച്ചയില്ലാതെ പാസ്സായിപ്പോയി, ഇതെല്ലാം ഈ പാർലമെന്റ് സമ്മേളനം കഴിയാറാകുമ്പോൾ അധികൃതർ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ഓർത്തെടുക്കേണ്ട ഒരു വിഷയമാണ്.